എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ചുമ്മാ ഒരു രാത്രിയിലൊരു പുറത്തിറങ്ങിയതാണ് ചുമ്മാ രസത്തിന് വേണ്ടി. അപ്പം എൻ്റെ കൂട്ടുകാരത്തിയുടെ കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയി. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള ചില സ്ഥലങ്ങളാണെങ്കിലും നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തത് എനിക്ക് സർപ്രൈസ് ആയിപ്പോയി. കാരണം ഇവിടെ തൊട്ടടുത്തൊരു തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു വലിയ ഇസ്രായേലിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ, പ്രത്യേകിച്ച് രാത്രിയിൽ. അപ്പം തൊട്ടടുത്ത് ഇവിടെയുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നാ ഒന്ന് പോയി കണ്ടേക്കാന്ന് വെച്ചു. അപ്പം ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആണോ? കുർബാനയ്ക്ക് പോകുന്നില്ലല്ലോ. എനിക്കൊന്ന് കുർബാനയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഇട്ട് കുർബാനയ്ക്കും പോകാൻ പറ്റത്തില്ലല്ലോ. ഓ, എന്നാ ഭംഗിയല്ലേ. ഹായ്, എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ നിന്നെ ഞാൻ എത്ര റീൽസിൽ കണ്ടിരിക്കുന്നു. ഒന്ന് ഒതുങ്ങിയേക്കുക. ഇത് കണ്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തല്ലേ, 5-10 മിനിറ്റ് നടക്കാൻ കാണും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നാണ് എൻ്റെ ദൈവമേൻ്റെ അറിവിൽ കേട്ടോ ഒരു തൂക്കുപാലമാണ്. ശ്വാസം മുട്ടുന്നു. കുഴിമടിയാ, നടക്കാനും മടി. അതിപ്പോ ഞാനല്ലേ പറയുന്നേ. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ റെക്കോർഡ് എഡിറ്റ് ചെയ്യും. അങ്ങനെയും ചെയ്യും, അല്ലാതെ ഡയറക്റ്റ് വിടും. അയ്യോ എൻ്റെ അമ്മേ. ഹായ്, എന്തൊരു വ്യൂ ആ നോക്ക് ഗൈസ്. വ്യൂ എന്ത് രസമാ. ഇത് കാണുമ്പോൾ ഒരു ഫീൽ വരുന്നത് നമ്മുടെ യേശുക്രിസ്തു ജനിച്ചവരുടെ കാലത്തൊഴുത്ത് ഒരു അതായത് ഇപ്പം നമ്മളിപ്പം എന്നാ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണത്തില്ലേ, അല്ല അതായത് ജീസസ് ക്രൈസ്റ്റിന്റെ ജനനം എന്നൊക്കെ പറഞ്ഞ് കാണിക്കില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രദേശമാണല്ലോ കാണിക്കുന്നത്. പക്ഷെ യേശുക്രിസ്തു ഒറിജിനൽ ജനിച്ച സ്ഥലം നോക്കിയാ ഇതുമായിട്ടൊരു നമ്മുടെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റേ അല്ല അവിടെ ചെല്ലുമ്പോൾ. അതങ്ങനെ ആയിരുന്നു, പക്ഷെ ബിൽഡിങ് പണിതും പള്ളി പണിതും അങ്ങനെ ആയിപ്പോയതാ. ബുധനാഴ്ച നമുക്ക് ചേച്ചി അവിടെ പോയായിരുന്നോ? മാതാവ് സ്വർഗ്ഗാരോഹണം ചെയ്ത സ്ഥലത്ത് പോയായിരുന്നോ? അതെവിടെയായിട്ടാ? മാതാവ് പോയിട്ടുണ്ട്. അതൊരു ഗുഹ പോലെ അകത്തോട്ട് ആ പോകുന്ന വഴിക്കുള്ള ഒരു ഇതൊന്ന് പിടിച്ചേ, ഇങ്ങനെ ഒന്ന് പിടിച്ചേ, ബാക്കി ഒന്ന് കാണണ്ടെങ്കിൽ. ചേച്ചിനെ പിടിക്കാനാണോ? അങ്ങനെ ഇതെന്നാ ഇളകുന്നില്ലല്ലോ. ഇത് ഇളക്കണോ? അതെ, നാട്ടിലത്തെ തൂക്കുപാല അല്ല ഇത്. പക്ഷെ അത്ര ഇളക്കമില്ല. ഇളക്കമുണ്ടെന്ന് പറഞ്ഞാൽ കുലുക്കിയ ഇളക്കമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് ചേച്ചിക്ക് ഫീൽ ആവുന്ന പോലെ ഇരിക്കും. ചേച്ചിക്ക് അത് ഇപ്പൊ ഇത് കുലുങ്ങുന്നുണ്ടെന്ന് തോന്നിയ ആ ഒരു അത്ര ഇതായിട്ടൊന്നുമില്ല. അത് ചേച്ചി ഇട്ട് കുലുക്കിയിട്ട്, അല്ലാതെ അങ്ങനെ ഇതുവരെയായിട്ട് ഇതിൽ പോയിട്ട് 2-3 തവണ 4 തവണ കണ്ട് ഞാൻ പോയി. എനിക്ക് കുലുങ്ങിയ ഒരു ഫീല് തോന്നിയിട്ടില്ല. ഇതേ പണിതതേ പാലാരിവട്ടം പാലം പണിത ആൾക്കാരല്ല. അടിപൊളിയാട്ടോ, അടിപൊളി. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. കണ്ടോ, ഈ തൂക്കുപാലത്തിൽ നിന്നുള്ള വ്യൂ ആട്ടോ. ചുറ്റുപാടും അടിപൊളി വ്യൂ കണ്ടോ. ഓ, സൂപ്പർ കേട്ടോ. അതായിരിക്കാൻ പറ്റത്തില്ല. ജെറുസലേം പോലെ ഒരു സിറ്റി, ബ്യൂട്ടിഫുൾ സിറ്റി ലോകത്തിൽ തന്നെ ഉണ്ടോയെന്ന് സംശയം. എന്ന് പറയുന്ന ഇച്ചിരി അബദ്ധമാണ്. കാരണം സ്വിറ്റ്സർലൻഡൊക്കെ കാണിക്കുന്ന അതിൻ്റെതായ ബ്യൂട്ടീസ് ഉണ്ട്. ഇപ്പൊ കേരളത്തിന് ഇഷ്ടപ്പെടുന്ന എത്രയോ വിദേശികളുണ്ട്. അതിൻ്റെതായ ബ്യൂട്ടീസ് ഉണ്ട്. ഇത് മുഴുവൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിയാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബ്യൂട്ടിയാണ്. അതെൻ്റെ അമ്മച്ചോട് ഞാൻ പറഞ്ഞ് തർക്കിക്കും. ശരിയാണ്. തങ്കമ്മ കേരളത്തിൽ വരാത്തോണ്ട് എനിക്കൊക്കെ തർക്കിക്കും ഞങ്ങൾ വെക്കാറില്ല.
അല്ല അമ്മച്ചി ഞാൻ പറഞ്ഞ കണക്ക് കേരളം ഭയങ്കര ബ്യൂട്ടിഫുൾ ആന്ന് പറയുമ്പോ അത് പറയാം. അമ്മച്ചി പറയും ജെറുസലേമിന്റെ അത്രയും ഉണ്ടോന്ന് ചോദിക്കും. തങ്കമ്മ വരുന്നു പറയും. തങ്കമ്മ വരുന്നു പറയുന്നത് ലാസ്റ്റ് പറച്ചിലപ്പോഴും പറയാം നിന്റെ കല്യാണത്തിന് ഞാൻ വരും. വന്നാ മതി. ഇതുണ്ടാ താഴെ കൂടെ വണ്ടി പോകുന്നു. എന്റെ ഫോൺ എങ്ങാനും ഇപ്പൊ താഴെ പോയാ തീർന്നു. ഈശ്വരാ ശരിക്കും പിടിച്ചേക്കാം. ഇതൊക്കെ എന്താ പറയാ അതുകൊണ്ടോ നമ്മുടെ പകലായിരുന്നു ഇത് ശരിക്കും അതിന് നമ്മുടെ മറ്റേ കഴുതയും കുതിരയും പിന്നെ സ്റ്റാച്ചുവോ? സ്റ്റാച്ചു അല്ല ഒറിജിനൽ തല ഇറങ്ങുന്നൊന്നും കാണുന്നില്ല നിങ്ങള്. അയ്യോ ആട് ഏതാ ഗുഹയ്ക്കകത്തോ? അതൊരു കന്നേരിക്കൂടാണത്. അടിപൊളി. ഒരു ദിവസം ശരിക്കും പകല് വരണം. ഇവിടെ ഈ ടൗണിലൊക്കെ കന്നുകാലിയും പശുവിനൊക്കെ വളർത്തുന്നവരുണ്ടോ? ഇത് എന്താ സംഭവം പശു അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. പോയി കാണണം. ഞാൻ പറയല്ലേ അവിടെ വെള്ളം വീഴുന്ന ചേച്ചി കാണാൻ ഈ അടുത്ത ദിവസം ടൂറുണ്ട്. ഒച്ച കേൾക്കുന്നുണ്ട് വെള്ളം വീഴുന്ന ഒച്ച. അത് ഇത് കണ്ടോ അവിടെയാ അവിടുന്ന് വരുന്നതാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ തോന്നും. ഇത് കണ്ട് ഇതൊരു പ്രത്യേക എന്തിനുള്ള ഏരിയ ഉണ്ടോ? നല്ല വൃത്തി നല്ലൊരു രസമല്ലേ ഇത് കാണാൻ? പിന്നെ ഉണ്ടല്ലോ തല മൂടിട്ടോ തണുപ്പ് പോകില്ല. പിന്നെ കുറേ കരിമ്പുണ്ട്. ഇസ്രായേലിൽ കരിമ്പുണ്ട് കേട്ടോ. കരിമ്പ് അല്ലെങ്കിൽ പറിക്കാനെന്ന് പറയാ. അങ്ങനെ ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് കരിമ്പിൻ തോട്ടം കണ്ടോ? ജെറുസലേമിലെ കരിമ്പിൻ തോട്ടം. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. നല്ല അടിപൊളിയാണ്. വേണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറിച്ച് തന്നെയൊക്കെ ചെയ്യാം. പല്ലില്ലാത്തതുകൊണ്ട് പറിക്കാൻ പോയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഏരിയയിലൂടെ. അപ്പം കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.